ഭക്ഷണം എടുത്തു വയ്ക്കാം. കുറച്ച് ദിവസം കൂടിയല്ലേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇനി ഇതിനൊക്കെ അവകാശം വരാൻ പോവല്ലേ. നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇല്ലാതിരിക്കും. ആഗ്രഹിച്ചത് കിട്ടാതാവുമ്പോഴുള്ള വേദന അതനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും. ചന്ദ്രയ്ക്ക് എന്നെക്കാളും നല്ലൊരു പയ്യനെ കിട്ടും. എനിക്ക് വേണ്ടെങ്കിലോ? എനിക്ക് വേണ്ടത് സിദ്ധുവേട്ടനെയാ. ഞാൻ എൻ്റെ മനസ്സ് മറ്റൊരാൾക്ക് കൊടുത്തു പോയില്ലേ ചന്ദ്രേ? ആൾക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടായിരുന്നില്ലല്ലോ ആദ്യം. ഇപ്പോഴല്ലേ സമ്മതം പറഞ്ഞത്, അതും ഞാൻ മുൻകൈ എടുത്തതിന് ശേഷം. അതിന് ഞാൻ എന്നും ചന്ദ്രയോട് കടപ്പെട്ടിരിക്കും. ഇപ്പൊ ഈ വിവാഹം നടക്കാൻ പോകുന്ന പോലും ചന്ദ്ര കാരണമാ. ആ ബോധം എനിക്കുണ്ട്, കടപ്പാടും. എനിക്കൊരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പായി. എങ്കിൽ സിദ്ധുവിന്റെ ആഗ്രഹം നടത്തി തരാന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വേറെന്താ ചെയ്യണ്ടേ? സാരമില്ല, ഇതും ഒരു സാക്രിഫൈസ് അല്ലേ, ത്യാഗം. അതിന് പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. എനിക്കാ പ്രതിഫലം വേണ്ട. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത്. അതെനിക്കറിയാം. എന്റെ സ്നേഹം അത് സിദ്ധുവേട്ടൻ തിരിച്ചറിയുമെന്ന് വിചാരിച്ചു. നടന്നില്ല. സാരമില്ല, ഞാൻ എല്ലാം മറന്നോളാം, സഹിച്ചോളാം. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതറിയാലോ ചന്ദ്രയ്ക്ക്. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ഇതുവരെ ചന്ദ്രയോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് കുറ്റബോധം തോന്നേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ശരി, സിദ്ധുവേട്ടൻ ഒരിക്കലും എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല. ദേവിക ചേച്ചിയും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനാ.